ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ നമ്മുടെ ചാനലിൽ ആദ്യമായി ഇടാൻ പോകുന്ന കഥ അത് എൻ്റെ തന്നെ അനുഭവ കഥയാണ്. കുറച്ച് എക്സാജുറേഷനൊക്കെ ഉണ്ട്, എന്നാലും സംഗതി നടന്നത് തന്നെയാണ്. കൂടുതൽ വളച്ചുകെട്ടൊന്നുമില്ലാതെ നമുക്ക് കഥയിലേക്ക് പോയാലോ? കഥയുടെ പേര് ഒരു കൊച്ച് ഒളിച്ചോട്ടം. ഈ കഥ നടക്കുന്നത് 1988 കാലഘട്ടങ്ങളിലാണ്. അന്നെനിക്ക് പ്രായം അത് വേണ്ട, ഞാൻ പ്രായം പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായി എൻ്റെ പ്രായം കണ്ടുപിടിക്കും. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എടി കൊച്ചേ, ഇതാരാ ഈ പത്താഴം തുറന്നിട്ടിരിക്കുന്നേ? വെല്ലിച്ചാച്ചൻ്റെ ഉച്ചത്തിലുള്ള ചോദ്യം അമ്മയോടാണെങ്കിലും പത്താഴത്തിലിരുന്ന് പഴം തിന്നുകയായിരുന്ന എൻ്റെ നെഞ്ചിൽ തീയാളി. അപ്പം നിങ്ങൾ ചോദിക്കും, നെഞ്ചിലൊക്കെ തീയാളുമോ? പക്ഷേ അതിൻ്റെ മറുപടി എനിക്കറിയില്ല. എന്നാലും എൻ്റെ നെഞ്ചിൽ അപ്പോൾ ആളിയത് തീ തന്നെയാണ്. പത്താഴം അടച്ചാലും അടച്ചില്ലെങ്കിലും ഞാൻ പെട്ടു. അപകടം മണത്ത ഞാൻ തട്ടും പുറത്തെ പെരിച്ചാഴിയെപ്പോലെ ഒറ്റച്ചാട്ടം പുറത്തേക്ക്. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്നല്ലേ ഞാൻ ചെന്നു ചാടിയത്. സാക്ഷാൽ സിംഹത്തിൻ്റെ മടയിൽ. എൻ്റെ അമ്മ. ഭദ്രകാളിയുടെ കയ്യിലെ ശൂലം പോലെ അമ്മയുടെ കയ്യിൽ ചട്ടകം. ആലോചിച്ച് നിൽക്കാൻ നേരമില്ല. വൈകിയാൽ എൻ്റെ പുറത്ത് അമ്മ അപ്പച്ചൂടും. കണ്ണടച്ച് തുറക്കും മുൻപ് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ അമ്മ, പറയാതിരിക്കാൻ പറ്റില്ല, അവർ പണ്ടേ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പഠിക്കുകയാണ്. ബൗളിംഗ് അതിന് അമ്മയെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. സംഗതി കൃത്യം. ചട്ടകം എൻ്റെ പുറത്ത് തന്നെ. പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങിക്കൊണ്ട് ഞാൻ ഓടി. അപ്പോൾ പുറകിൽ നിന്ന് ഇച്ചാച്ചനോടുള്ള അമ്മയുടെ മറുപടി ഉയരുന്നുണ്ടായിരുന്നു. ഇച്ചാച്ച, അത് വേറെ ആരുമല്ല, ഇവിടുത്തെ പെരുങ്കള്ളി ചുണ്ടലിയാ. മുതുകിൽ കിട്ടിയ ഏറിൻ്റെ ക്ഷീണത്തിൽ മുൻവശത്തെ നടക്കലിലിരുന്ന് ഞാൻ എൻ്റെ മോന്തയൊന്ന് നീട്ടി നോക്കി. എങ്ങാനും ചുണ്ടലിയുടെ ഷേപ്പ് എനിക്കുണ്ടോ ആവോ? പക്ഷേ പണ്ടേ ഞാൻ എന്നെ സ്വയം സമാധാനിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. എങ്കിൽ പിന്നെ അമ്മ ഏത് കാറ്റഗറിയാ? ആ ചോദ്യം എൻ്റെ മുഖത്ത് ഒരു ചിരി പടർത്തി. ഈ തള്ളക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ആരാധനാ ദൈവം മായാവിയെ വിളിച്ചു. ഓം ഹ്രീം കുട്ടിച്ചാത്ത ഓം ഹ്രീം. മന്ത്രം മാറിപ്പോയോ എന്തോ. മുന്നിൽ ചാച്ചൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ, വല്ല കുരുത്തക്കേടും ഒപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണോ? വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാകാതിരുന്നാൽ മതി. എന്നെ നോക്കി പുച്ഛത്തോടെ അത് പറഞ്ഞുകൊണ്ട് ചാച്ചൻ അകത്തേക്ക് നീട്ടി വിളിച്ചു. എടി പെണ്ണേ, എനിക്കാട്ട്, അമ്മയ്ക്കില്ലാവും. അല്ലേലും ചാച്ചൻ പണ്ടേ അല്പം റൊമാൻറ്റിക്കാ. ഓ, ഈ ചോദ്യം കേട്ടാൽ തോന്നും കുരുത്തക്കേടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാനാണെന്ന്. മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? ഞാൻ പതുക്കെ ആത്മകഥം പറഞ്ഞു. വലതും പറഞ്ഞായിരുന്നോ? ആത്മകഥം അല്പം ഉറക്കിയായി പോയെന്ന് തോന്നുന്നു. ചാച്ചൻ എന്നെ നോക്കി. ചുമൽ അല്പം ഒന്ന് ഉയർത്തി താഴ്ത്തിക്കൊണ്ട് ഞാൻ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അല്ലെങ്കിലും എനിക്ക് പറയാനല്ലേ അറിയത്തുള്ളൂ, കേൾക്കാൻ അറിയില്ലല്ലോ. പാവം ഞാൻ. നിങ്ങളെന്താ ഇത്ര നേരത്തെ? 2 മണി ആയതല്ലേ ഉള്ളൂ. വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? അതും ചോദിച്ച് അമ്മച്ചി വന്നു. ഒന്നും പറയണ്ടടി പെണ്ണേ, പോയ കാര്യം നടന്നില്ല. നാളെയും പോകണം. ഇന്ന് കൃഷി ഓഫീസ് അവധിയായിരുന്നു. ചാച്ചൻ ഷർട്ട് മാറിക്കൊണ്ട് പറഞ്ഞു. അവളെവിടെ? ജാസു, കൊച്ചിനെ വിളിച്ചേ. ചാച്ചൻ അകത്തേക്ക് നോക്കി ഉറക്കെ ചോദിച്ചു. സ്കൂളിൽ പോയ കൊച്ചിനെ അന്വേഷിക്കണത് എന്തിനാ? പുറത്തെ വെയിലിൻ്റെ ചൂട് നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചോ? അല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കാഞ്ഞ ബുദ്ധിയാ, എല്ലാം കണ്ടുപിടിച്ച് കളയും. കൊച്ചു കള്ളി. നല്ലത് കണ്ടാൽ അഭിനന്ദിക്കുക എന്നത് അല്ലെങ്കിലും എനിക്ക് പണ്ടേ ഉള്ള ശീലമാ. അമ്മയുടെ നാക്കിനെ മനസ്സിൽ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ അവരുടെ സംഭാഷണത്തിലേക്ക് കാതോർത്തു. അതല്ലടി പെണ്ണേ, ഞാൻ സ്കൂളിൻ്റെ അതിലെയാ വരുന്നേ. വരുന്ന വഴിക്ക് ഹെഡ് മാസ്റ്റർ വർക്കി സാറിനെ കണ്ടിരുന്നു. ഇന്ന് ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു.
ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ അവധിയായിരുന്നു. അയ്യോ, അപ്പോൾ അവൾ എവിടെ പോയി? അമ്മയുടെ ശബ്ദം ഉച്ചത്തിലായിരുന്നു. നീ വെപ്രാളം പിടിക്കേണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചാച്ചൻ ഊരിയിട്ട ഷർട്ട് തിരിച്ചെടുത്തിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എടി, അവൾ വന്നോ? ഏകദേശം അരമണിക്കൂറിന് ശേഷം ചാച്ചൻ തിരിച്ച് വീട്ടിലെത്തി അമ്മയോട് ചോദിച്ചു. അപ്പോഴും ഞാൻ നടക്കല്ലിലിരുന്ന് സ്വപ്നം കാണുകയായിരുന്നു. ചാച്ചൻ്റെ ചോദ്യത്തിന് മറുപടിയായി അമ്മ വലിയ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. പറയാതെ തന്നെ ചാച്ചന് കാര്യം മനസ്സിലായി. വിയർത്തു കുളിച്ച ചാച്ചൻ അമ്മയെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കൊണ്ട് ശ്രമിക്കുകയായിരുന്നു. ചാച്ചനൊരു സപ്പോർട്ടിന് ഞാനും ആശ്വസിപ്പിക്കൽ ചടങ്ങിൽ പങ്കുചേർന്നു. ചാച്ചൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചട്ടകം വെച്ചെറിഞ്ഞാലും അമ്മ എൻ്റെ അല്ലേ? അമ്മയെ ആശ്വസിപ്പിക്കാനായി ഞാനും വാക്കുകൾക്കായി പരതി. ഒടുവിൽ തലകുത്തി നിന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ ആശ്വാസവാക്കുകൾ കണ്ടെത്തി. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. അവൾ എവിടെ പോയതാണെന്ന് എനിക്കറിയാം. എൻ്റെ ആ ഒറ്റ വാക്കിൽ അപ്പനും അമ്മയും എൻ്റെ മുതുകത്തോട്ടായി. ഇത്രയും നേരം നിന്റെ വായിൽ എന്നെ പഴമായിരുന്നോ? അവൾ എവിടെ? ചോദ്യത്തിനൊപ്പം എൻ്റെ തോളിൽ നല്ലൊരെണ്ണം കിട്ടുകയും ചെയ്തു. അവൾ ഒളിച്ചോടിയതാ, ഒരു സംശയവുമില്ല. ഒടുവിൽ ഞാൻ എനിക്കറിയാവുന്ന ആ വലിയ സത്യം അവർക്ക് മുൻപിൽ വെളിപ്പെടുത്തി. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മ കയ്യിൽ കെട്ടിയ ചൂലെടുത്ത് എൻ്റെ പുറം വഴി 4 എണ്ണം വീക്കി. ചാച്ചനാവട്ടെ മുയലിനെ പിടിക്കുന്നത് പോലെ എൻ്റെ ചെവിയിൽ പിടിച്ച് പൊക്കിയെടുത്ത് നിലത്തേക്ക് 4 കുത്തുകുത്ത്. സത്യം പറയുന്നതിന് ഇത്രയും വലിയ ശിക്ഷയോ? ഒളിച്ചോടിയത് അവളും, ശിക്ഷ വാങ്ങുന്നത് ഞാനും. എന്തൊരു വിരോധാഭാസം! കിട്ടിയ ട്രോഫികളെല്ലാം ഏറ്റുവാങ്ങി ഒരു സൈഡിൽ മാറിയിരുന്ന് മൂങ്ങുമ്പോൾ ഞാൻ സ്വയം പറഞ്ഞു. അപ്പോഴേക്കും വീട്ടിലെ കൂട്ടക്കരച്ചിൽ കേട്ട് അയൽക്കാരെല്ലാം ഉറുമ്പ് പഞ്ചസാര ഭരണിയിൽ കയറും പോലെ ഓടിക്കൂടി. മൊത്തം ബഹളമയം. പെൺകുട്ടിയെ കാണാനില്ല. വാർത്ത കേട്ട് ആളുകൾ 4 പാടും ഓടാൻ തുടങ്ങി. പക്ഷേ ഞാൻ എൻ്റെ നിഗമനത്തിൽ ഉറച്ചു നിന്നു. CID മൂസ. ഞാൻ സാവധാനം അവളുടെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആകെയുള്ളത് ഒറ്റ മുറിയാണ്. അതിൽ ഞങ്ങൾക്കെല്ലാം സ്കൂളിൽ പഠിക്കുന്ന പുസ്തകം വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മുറിയായി ചിത്രീകരിക്കുന്നത്. അവളുടെ പുസ്തകങ്ങളുടെ ഓരോ പേജും ഞാൻ സൂക്ഷ്മതയോടെ അരിച്ചു പറക്കി. സത്യം പറയാമല്ലോ, എൻ്റെ കാതിലെ സ്വർണ്ണക്കമ്മൽ കളഞ്ഞു പോയിട്ട് പോലും ഞാനത് അതുപോലും ഇത്രയ്ക്ക് തേടിയിട്ടില്ല. സഹോദരി സ്നേഹം കൊണ്ടായിരിക്കും എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിലും പണ്ടേ ഞാനൊരു സത്യാന്വേഷിയാണ്. എന്തായാലും അവിടെ കർത്താവ് എന്നെ തുണച്ചു. ഞാൻ തേടി നടന്ന എൻ്റെ തെളിവ് എൻ്റെ കയ്യിൽ ചുറ്റി. ചേച്ചിയുടെ കാമുകൻ്റെ ഫോട്ടോ. ഞാൻ അതുമായി വിജയഭാവത്തിൽ പുറത്തേക്ക് ചെന്നു. വീട്ടിലുള്ളവർക്ക് ഈ തെളിവ് കാണിച്ചു കൊടുത്താൽ ഇനിയും തലക്കെട്ട് കൊട്ടു കിട്ടുമോ എന്നുള്ള പേടി കാരണം ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു. കമുക് പോലെ പൊക്കമുള്ള ചേട്ടൻ പോലെ വളഞ്ഞു വന്ന് എൻ്റെ ചെവിയിലേക്ക് തല താഴ്ത്തി. ചേട്ടാ, അവൾ ഒളിച്ചോടിയത് തന്നെയാണ്. ഇതാണ് അവളുടെ കൂടെ ഓടിപ്പോയ ചേട്ടൻ്റെ ഫോട്ടോ. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങി എന്നെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചു. കർത്താവേ, അതുമേറ്റില്ല. ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ഇത്ര വലിയ തെളിവുകൾ പോലും നിസ്സാരമായി തള്ളിക്കളയുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. സത്യത്തിന് ഒരു വിലയുമില്ലാത്തത് എന്നെ അത്രയേറെ വേദനിപ്പിച്ചു. നാട്ടുകാർക്ക് മുൻപിലിരുന്ന് മോങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ നോക്കിക്കണ്ടുകൊണ്ട് ഞാൻ അല്പദൂരം മാറിയിരുന്നു. ചേച്ചിയുടെ എല്ലാ കൂട്ടുകാരുടെയും വീട്ടിൽ ചാച്ചനും നാട്ടുകാരും പോയി അന്വേഷിച്ചു. ഏകദേശം സമയം 4-4:30 ആയി.
കുന്തം പോയിട്ടും കുടത്തിൽ നോക്കാതെ നാട്ടുകാരും ചാച്ചനും അമ്മയും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ചാച്ചൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ജീപ്പ് വിളിക്കണം. അതിനുവേണ്ടി എവിടുന്നൊക്കെയോ തപ്പിപ്പെറുക്കി അല്പം പണമൊക്കെ സംഘടിപ്പിക്കാനുള്ള പോക്കാണത്. ഞായറാഴ്ചത്തെ ഇറച്ചിക്കറി മുടങ്ങിയ സങ്കടത്തിൽ ഞാൻ വീണ്ടും വഴിയിലേക്ക് നോക്കി. കാരണം ആ പണം അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി വാങ്ങിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ദാ ചേച്ചി വരുന്നു. ചേച്ചിയുടെ ഒപ്പം നമ്മുടെ പഴയ കൊന്നക്കമുകുമുണ്ട്. എൻ്റെ മോളെ, അമ്മച്ചി അലറിക്കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ചേച്ചിയെ കെട്ടിപ്പിടിക്കൽ, മുത്തം കൊടുക്കൽ, മൊത്തത്തിൽ ജഗപുക. ഒളിച്ചുപോയാൽ ഇത്ര നല്ല സ്വീകരണമോ? എന്നാൽ ഉടൻ തന്നെ അങ്ങനെ ഒരു യാത്ര ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. പാമ്പിനെ കൊല്ലാൻ വെച്ചിരുന്ന മുട്ടൻ ചൂരലുമായി അപ്പൻ ദേണ്ട വരുന്നു. എവിടെയായിരുന്നടി ഇത്ര നേരം മനുഷ്യനെ തീ തീറ്റിക്കാൻ? ഒറ്റ അലറൽ. ഞാൻ ചാച്ചനെ നോക്കി. തീ തിന്നിട്ടും അങ്ങേരിൽ നിന്നും പുകയൊന്നും കാണാനില്ല. വെറും നുണ. എന്തായാലും ഒളിച്ചോട്ടം വേണ്ട. അപ്പൻ ടെററാ. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. അവൾ അണ്ടിപോയ അണ്ണാൻ്റെ കൂട്ട് തല താഴ്ത്തി നിൽപ്പും തുടങ്ങി. എൻ്റെ കുഞ്ചാച്ച, പേടിക്കുകയൊന്നും വേണ്ട. അവൾ ആ മേരിയമ്മയുടെ വീട്ടിൽ കപ്പ തിന്നാൻ പോയതാ. ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവന്ന കമുകുമരം പറഞ്ഞു. ചാച്ചൻ പറമ്പിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കപ്പത്തോട്ടത്തിലേക്ക് നോക്കി. കൂടെ ചേച്ചിയുടെ മുഖത്തേക്കും. വല്ലാത്ത ദാരിദ്ര്യം തന്നെ ആ മുഖം പറയുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് ചെറിയ അസൂയയും കുശുമ്പുമൊക്കെ ചേച്ചിയോടുണ്ടെങ്കിലും അവളൊരു മാലാഹ കുഞ്ഞ. ചേച്ചിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയാണ് മേരി ചേച്ചിയുടെ മകൾ. മേരി ചേച്ചിക്ക് അല്പം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടുകാരും ആ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരാശ്വാസമായി ചേച്ചി പോയതാണ്. പാവം. അല്ലാതെ പിന്നെ ഒളിച്ചോടാനൊക്കെ അവൾക്കറിയാമോ? എന്തായാലും കാര്യം ശുഭം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും എനിക്കുള്ള വെടിവഴിപാടും പൊക്കിപ്പിടിച്ച് അയലോക്കത്തെ കമുക് രംഗത്തിൽ വന്നു. മനസാക്ഷിയില്ലാത്ത ചേട്ടൻ. ഞാൻ ചേട്ടനെ കാണിച്ച ചേച്ചിയുടെ കാമുകൻ്റെ ഫോട്ടോ എല്ലാവർക്കും മുൻപിൽ അയാൾ പ്രദർശിപ്പിച്ചു. എല്ലാവരും എന്നെ നോക്കി ആക്കിച്ചിരിക്കുന്നു. കൂട്ടച്ചിരി കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞുപോയി. എന്നാലും അവരൊക്കെ എന്തിനായിരിക്കും എന്നെ നോക്കി ചിരിച്ചതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന എൻ്റെ അടുത്തേക്ക് ചാച്ചൻ സ്നേഹത്തോടെ ഒരൊറ്റ ചോദ്യം. നാട്ടിലുള്ള സകല വൃത്തികേടുകളും അറിയുന്നുണ്ടല്ലോ, പക്ഷേ ഷാരൂഖ് ഖാനെ അറിയില്ല അല്ലേ? ഷാരൂഖ് ഖാനോ? അവനാരാ? അപ്പോൾ അതാണ് ചാച്ചൻ്റെ അല്ല ചേച്ചിയുടെ കാമുകൻ്റെ പേര്. ആ ചിന്തയോടെ അടുത്ത കുരുത്തക്കേടിൻ്റെ പണിപ്പുരയിലേക്ക് ഞാൻ നടക്കുമ്പോൾ ചേച്ചി 4ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ പഠിക്കുന്ന തിരക്കിലായിരുന്നു. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങേര് അവളുടെ കാമുകൻ ആയിരുന്നു എന്ന് തന്നെയാണ്. ഇനി പറ, നമ്മുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അപ്പോൾ വീണ്ടും അടുത്ത കഥയുമായി സന്ധിക്കും വരെ